ജോയിയെ വൻഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കേണ്ടത് എന്ന് ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഒരു ദശാബ്ദം കൊണ്ട് ഒരു ജനപദത്തിന്റെ ഹൃദയം കീഴടക്കിയ 50 ആണ്ടുകളുടെ വികസനം ബഹുവർഷങ്ങളിലൂടെ യാഥാർത്ഥ്യമാക്കിയ വർക്കലയുടെ വികസന വസന്തമായപ്പോൾ ജോയി സഖാവ് എത്തിയിരിക്കുകയാണ്. സഖാവിന് സ്വീകരണം നൽകുവാൻ എല്ലാ ബഹുമാന്യ സഖാക്കളെയും നാട്ടുകാരെയും ക്ഷണിക്കുന്നു. ഈ നാടിന്റെ മനം കീഴടക്കിയ ജനകീയ നായകനാണ് സഖാവ് ജോയി. ഇതാ ജനമനസ്സുകളിലേക്ക് സഖാവ് കടന്നു വരികയാണ്. എല്ലാവരും ഇൻകിലാബ് വിളിച്ചുകൊണ്ട് തന്നെ സഖാവിനെ സ്വാഗതം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആവേശപരമായ സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും. അഭിനന്ദനായ ഗുരുജനങ്ങളെ, അമ്മമാർ, സഹോദരിമാർ, പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, സമ്മതിദായകർ, കൊച്ചുമക്കൾ, നിങ്ങൾ നൽകിയ ആവേശോജ്വലമായ സ്വീകരണത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിക്കണം. ഇടതുപക്ഷം ജയിക്കണമെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ സാധാരണക്കാരായ തൊഴിലാളികൾ, പ്രായമായവർ, അവരുടെ ജീവിതം സമ്പന്നമാകണമെങ്കിൽ ഇടതുപക്ഷം വരണം. ഇപ്പോൾ 2 മാസത്തെ പെൻഷൻ നമ്മുടെ കൈകളിലേക്ക് വന്നു, 4000 രൂപ.
ഇന്ന് ഇടതുപക്ഷ മുന്നണിയുടെ പ്രകടന പത്രിക ഇറങ്ങി. അതിൽ ഒരു ദിവസം 100 രൂപ വെച്ച് പെൻഷൻ വരികയാണ്. എന്ന് പറഞ്ഞാൽ മാസം 3000 രൂപ പെൻഷൻ. വീട്ടിൽ അപ്പനും അമ്മയും 2 പേർ പെൻഷൻ വാങ്ങിയാൽ 6000 രൂപ പെൻഷനായിട്ട് ലഭിക്കും. സ്ത്രീ സുരക്ഷാ പെൻഷൻ വേറെയാണ്. 50% സ്ത്രീകൾക്ക് ജോലി കൊടുക്കുന്ന പുതിയ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. 50% സ്ത്രീകൾക്ക് ജോലി കൊടുക്കുന്ന പദ്ധതി. ഈ 5 കൊല്ലം കൊണ്ട് ഭൂമിയില്ലാത്തവരും വീടില്ലാത്തവരും കേരളത്തിൽ ഉണ്ടാവില്ല. ഇപ്പോ 5.5 ലക്ഷം ആളുകൾക്ക് വീട് കൊടുത്തു. വരുന്ന 5 വർഷം കൊണ്ട് ഭൂമിയും വീടും ഇല്ലാത്ത ആരും കേരളത്തിൽ ഉണ്ടാകില്ല. എല്ലാവർക്കും ഭൂമിയും വീടും നൽകുന്ന സംവിധാനത്തിലേക്ക് വരികയാണ്. ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിനല്ലാതെ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുക? ഇടതുപക്ഷം ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളോട് മറ്റു കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഞാൻ. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞാൻ നിങ്ങളോടൊപ്പം നിന്ന ഒരാളാണ്. നിങ്ങളുടെ സുഖത്തിലും നിങ്ങളുടെ ദുഃഖത്തിലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഓടിയെത്തുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്ത ഒരാളാണ് ഞാൻ. നിശ്ചയമായും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനു വേണ്ടി വോട്ട് രേഖപ്പെടുത്തണമെന്നും അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്നും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ BJPയും കോൺഗ്രസും നടത്തുന്ന നുണപ്രചരണങ്ങൾ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. BJPയും കോൺഗ്രസും നടത്തുന്ന നുണപ്രചരണങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഞാൻ ഒരു വികസന രേഖ തയ്യാറാക്കി വീടുകളിൽ എത്തിച്ചത്. അതൊരു കലണ്ടറിന്റെ രൂപത്തിലാണ് നിങ്ങളുടെ വീടുകളിലെല്ലാം അതെത്തിച്ചത്. സമയം കിട്ടുമ്പോൾ ഒന്ന് മറച്ചു നോക്കിയാൽ ഓരോ നാട്ടിലും നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ പൂർണ്ണമായ ലിസ്റ്റ് ആ കലണ്ടറിനകത്തുണ്ട്. അതുമാത്രമല്ല, അതെന്നും നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന തരത്തിൽ ഈ മണ്ഡലത്തിലെ പോലീസ് സ്റ്റേഷനുകളുടെ നമ്പർ, ഈ മണ്ഡലത്തിലെ ആശുപത്രികളുടെ നമ്പർ, ഈ മണ്ഡലത്തിലെ വില്ലേജ് ഓഫീസുകളുടെ നമ്പർ, താലൂക്ക് ഓഫീസിന്റെ നമ്പർ, ഇങ്ങനെ തുടങ്ങി എല്ലാ സർക്കാർ ഓഫീസുകളുടെ നമ്പരും ആ കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ വാങ്ങിച്ചവിടെ വെക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് തുറന്നു നോക്കിയാൽ കോൺഗ്രസും BJPയും നൽകുന്ന ഈ നുണപ്രചരണങ്ങൾക്ക് മറുപടിയായി ഇത് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇടതുപക്ഷത്തിനാകണം നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത്. ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥി CPMൽ നിന്ന് ഒരു ദിവസം രാത്രിയിൽ തലയിൽ മുണ്ടുവിട്ട് ഓടി അപ്പുറത്തേക്ക് പോയി. എന്തിനു വേണ്ടിയിട്ടാണ് പോയി എന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ 2 അഭിപ്രായമുണ്ട്. പക്ഷെ BJP വിശ്വസിക്കുന്ന ആളുകൾ അവരൊരു തീരുമാനമെടുത്തിരിക്കുകയാണ്. അങ്ങനെ കാലുമാറി വന്നവർക്ക് വോട്ടില്ല. കാലുമാറി വന്നവർക്ക് വോട്ടില്ല. ഇന്നലെ വരെ പോസ്റ്റർ ഒട്ടിക്കാൻ പശകാച്ചിയും ചുവരെഴുതിയും സിന്ദാബാദും വിളിച്ച് നടന്ന BJPക്കാർ ഔട്ട്. എത്രയോ നേതാക്കന്മാരുണ്ട് BJPക്കകത്ത്, എല്ലാവരും ഔട്ട്. പുറത്തുനിന്ന് ഒരു ദിവസം തലയിൽ മുണ്ടിട്ട് വന്നയാളിന് സീറ്റ്. BJPക്കകത്ത് വലിയ പ്രതിസന്ധി നിലനിൽക്കുകയാണ്. യഥാർത്ഥ BJPക്കാർ വോട്ട് ചെയ്യില്ല. അവരെ വോട്ട് ചെയ്യാൻ അവരെ ഒരു കാരണവശാലും അവരെ മനസ്സനുവദിക്കില്ല. അതാണ് സ്ഥിതി. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കാലുമാറ്റക്കാർക്ക് വോട്ടില്ല. ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ കുതികാൽ വെട്ടിയവർക്ക് വോട്ടില്ല. കാരണം ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, നിങ്ങൾ ഇടവയിൽ പോയി, അദ്ദേഹത്തിന്റെ നാടാണ് ഇടവ, ആ ഇടവയിൽ പോയി ചോദിക്കണം ഇദ്ദേഹം എന്താണ് ഈ നാട്ടിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയതെന്ന് ചോദിക്കണം. അവിടെ ഒരു ഇടവയുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഒരു മേൽപ്പാലത്തിന്റെ ആവശ്യമാണ്. നിങ്ങൾ തന്നെ കാപ്പിൽ ഭാഗത്തേക്കോ പരവൂർ ഭാഗത്തേക്കോ പോകണമെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ ട്രെയിൻ വന്ന് മണിക്കൂറുകളോളം അവിടെ കിടക്കേണ്ടി വരും. അങ്ങനെ ഒരു മേൽപ്പാലം കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചു. ആ മേൽപ്പാലത്തിന് തടസ്സമിട്ടത് ആരാണ് എന്ന് നിങ്ങൾ ഇടവക്കാരോട് ചോദിച്ചു നോക്കിയാൽ അവർ പറയും. ഇവിടെ മത്സരിക്കുന്ന ആളിന് അതിനകത്ത് പങ്കുണ്ടോ? കോൺഗ്രസിന്റെ ഇടവയുടെ മണ്ഡലം കമ്മിറ്റിയുടെ ഭാരവാഹിയായിട്ടുള്ള ഒരാളിന്റെ നേതൃത്വത്തിൽ ഇത് വരാതിരിക്കാൻ സുപ്രീം കോടതി വരെ കേസിന് പോയി. സുപ്രീം കോടതിയിൽ കേസിന് പോയി.
ഓരോന്നിനും ഞാൻ പുറകെ നിന്ന് മുനിസിപ്പൽ കോടതിയിൽ തള്ളി, ജില്ലാ കോടതിയിൽ തള്ളി, ഹൈക്കോടതിയിൽ തള്ളി, അവസാനം സുപ്രീം കോടതിയിലും തള്ളി. ഇപ്പൊ ഞാൻ കല്ലിട്ട് അതിന്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഇടവ മേൽപ്പാലത്തിന്റെ വർക്ക് ആരംഭിച്ചു. ഈ കോൺഗ്രസുകാരെ എതിർക്കാതിരുന്നെങ്കിൽ ഇപ്പോ ഇടവ മേൽപ്പാലം സാക്ഷാത്കരിക്കാൻ സാധിക്കുമായിരുന്നു. 3 കൊല്ലമാണ് സുപ്രീം കോടതി വരെ കേസ് നടത്തിയത്. വെറും 5 പേര് 109 പേരുടെ സ്ഥലമെടുത്തു. ഇടവ മേൽപ്പാലത്തിന് 109 പേരുടെ സ്ഥലമെടുത്തു. 5 പേരാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേസിന് പോയത് ഇത് വരാതിരിക്കാൻ. അവസാനം കേസ് നമ്മൾ വിജയിച്ചു. ഭൂമി ഏറ്റെടുത്തു, റെയിൽവേക്ക് കൈമാറി. ഇനി വർക്ക് ആരംഭിച്ച് ടെൻഡർ ചെയ്തു, വർക്ക് ആരംഭിച്ചാൽ മതി. അപ്പോ വികസന വിരോധികൾ ആര് എന്ന് ജനം തിരിച്ചറിഞ്ഞ് UDF-നെയും കോൺഗ്രസിനെയും പരാജയപ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കണം. ഞാൻ 5 കൊല്ലവും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും, മരണമാകട്ടെ, വിവാഹമാകട്ടെ, മറ്റെന്തെങ്കിലും കാര്യങ്ങളാകട്ടെ, ഞാൻ അവിടെ ഓടിയെത്തുമായിരുന്നു. മാറി നിന്ന ഒരാളല്ല ഞാൻ. നിശ്ചയമായും ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ നിങ്ങളോട് വോട്ട് ചോദിക്കുകയാണ്. ഒരു മകനായി, സഹോദരനായി, സുഹൃത്തായി, കൂട്ടുകാരനായി ഞാൻ വോട്ട് ചോദിക്കാം. ഒരവസരം കൂടി നിങ്ങൾ എനിക്ക് നൽകണം. ഒരവസരം കൂടി നിങ്ങൾ എനിക്ക് നൽകണം. ചുറ്റിക അരിവാൾ നക്ഷത്രമാണ് അടയാളം. ആ അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തണം. മറ്റൊരു സന്തോഷകരമായ വാർത്ത, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിൽ ചെന്ന് വോട്ടിംഗ് മെഷീൻ അടുത്തെത്തുമ്പോൾ ആദ്യത്തെ ആ മെഷീനിൽ ആദ്യത്തെ ചിഹ്നവും ആദ്യത്തെ പേരും നമ്മുടേതാണ് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. 85 വയസ്സ് കഴിഞ്ഞ പലരും ഇപ്പോൾ വോട്ട് ചെയ്തു. എന്നിട്ട് മകളെ കൊണ്ടോ മകനെ കൊണ്ടോ എന്നെ വിളിപ്പിക്കുകയാണ്, മക്കളെ വോട്ട് ചെയ്തു. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെ? അതൊക്കെ ഞാൻ വോട്ട് ചെയ്തു. ഞാൻ എങ്ങനെ വോട്ട് ചെയ്തു? അത് ആദ്യമാണ് കിടക്കുന്നത് മോൻ്റെ ചിഹ്നം, അപ്പോൾ അതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്തു എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ട് കഴിയും. കള്ളത്തിനും പൊള്ളത്തരങ്ങൾക്കും ഒന്നും കൂടുതൽ സമയം നിൽക്കില്ല, അല്പസമയം മാത്രമേ നിൽക്കുള്ളൂ. ശരിയും ന്യായവും മാത്രമേ ജയിക്കുള്ളൂ, അല്ലാതെ ജയിക്കത്തില്ല. ചിലപ്പോൾ അല്പം സമയമെടുക്കുമായിരിക്കും, പക്ഷേ ശരി എപ്പോഴും ജയിക്കും. ന്യായത്തിൻ്റെ ഭാഗത്തെ ആളുകൾ ഉണ്ടാവുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ നിങ്ങളോട് വോട്ട് ചോദിക്കുന്നു. ശിരസ് കുനിച്ച് ഞാൻ വോട്ട് ചോദിക്കുന്നു. ഒരു വോട്ട് എനിക്ക് നിങ്ങൾ നൽകണം. ചുറ്റിക അരിവാൾ നക്ഷത്രത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണം. ഇവിടെ നൽകിയ സ്വീകരണത്തിന് നന്ദി, നന്ദി, നന്ദി. 1000 നന്ദി. ഇവിടെ നൽകിയ ആവേശകരമായ സ്വീകരണത്തിന് ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ആവേശകരമായ സഖാവിന്റെ പര്യടനം തുടരുകയാണ്. സഖാവിന് വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിച്ച എല്ലാ ബഹുമാന്യ നാട്ടുകാർക്കും ഹൃദയപൂർവ്വം 1000 സ്നേഹ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. വരികയാണ് വർക്കലിയുടെ സ്നേഹനായകൻ വരുന്നു. സഖാവ് ജോയി ഈ വീതിയിലൂടെ അഭിമാനപൂർവ്വം നമുക്ക് വരവേൽക്കാം. വർക്കലിയുടെ പ്രിയപ്പെട്ടവനെ ഹൃദയപൂർവ്വം ഇതാ കടന്നു വരുന്നു. വർക്കലിയുടെ സ്നേഹവസന്തമായ സഖാവ് ജോയി. അരിവാൾ ചുറ്റിക നക്ഷത്രമാണ് ചിഹ്നം. ആ അടിയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും രേഖപ്പെടുത്തി ഈ നാടിൽ